നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തി. ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടും VC വിശദീകരണം തേടി. ഇന്ന് ക്യാമ്പസിൽ അരങ്ങേറിയത് വലിയ പ്രതിഷേധമാണ്. കൊലക്കുറ്റം ചുമത്തണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. അതിനിടെ കോളേജ് താത്കാലികമായി അടച്ചു. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായി. ഇന്ദിരയുടെ മരണത്തിൽ കോതമംഗലത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്ത വൻ പ്രതിഷേധം അരങ്ങേറി. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി. ആനപ്പേടിയിൽ അണപൊട്ടി ജനരോഷം. കുത്തനെ എന്റെ കണ്ണുകൊണ്ട് കാണുവാ, എനിക്ക് പറ്റില്ല. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായി. ഇടുക്കി കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ് മരിച്ചത്. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ വച്ചാണ് ഇന്ദിരയെ കാട്ടാന ആക്രമിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവ് രാമകൃഷ്ണന് ഭക്ഷണവുമായി പോകും വഴിയാണ് 71 വയസ്സുള്ള ഇന്ദിര ഒറ്റയാന് മുന്നിൽപ്പെട്ടത്. ഇന്ദിരയെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ച് വീഴ്ത്തിയെന്ന് നാട്ടുകാർ. ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ കോതമംഗലത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായി. കാട്ടാനാക്രമണം നേരിൽ കണ്ട അയൽവാസി സൂസന് ഭയം വിട്ടുമാറിയിട്ടില്ല. ആനയുടെ നാലുകാലിലുണ്ട് ഇന്ദിരാമ്മേനെ ചവിട്ടിയിട്ടാണ് ആന ഇങ്ങോട്ട് കടന്നു വന്ന് തിരിഞ്ഞ് ആന കുത്തി, കൊലവിളിയും വിളിച്ച ആന കുത്തണ എന്റെ കണ്ണുകൊണ്ട് കാണുവാ. എന്ത് ചെയ്യും? പ്രദേശത്ത് കാട്ടാന ആക്രമണം സ്ഥിരമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ തുരത്തിയാൽ പുഴ കടന്ന് അക്കരയിലേക്ക് പോകും. അവിടെയും ആൾതാമസമുള്ള സ്ഥലം. അവിടെ നിന്ന് തുരത്തിയാൽ ആന വീണ്ടും ഇക്കരയെത്തും. ആനശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. സ്ഥലത്ത് വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന വിമർശനം ശക്തമാണ്. ഫോറസ്റ്റുകാർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അവർക്ക് ഇവിടെ ഓഫീസിൽ ഇരുന്ന് ശമ്പളം മേടിക്കുക, വട്ടത്തിലുള്ള കാശ് പുറകെ എന്തെങ്കിലും ചെയ്യുക, കച്ചവടമായി അതായത് ഇങ്ങനെ കച്ചവടം ചെയ്ത് അവർക്കൊക്കെ നടക്കുക. ഈ ഫോറസ്റ്റുകാർ ഇതിനെപ്പറ്റി ഒരു കാരണം അന്വേഷിക്കണോ ഒന്നും ചെയ്യണില്ല. ഈ വനത്തിൽ ഉണ്ടെങ്കിൽ മൃഗങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ആ ഫോറസ്റ്റുകാർ അതിൻ്റെ നടപടി അവർ ജോലിക്കാരെ നോക്കണം. രാവിലെ 8 മണിയോടെയാണ് കൊലയാളി ആന കാഞ്ഞിരവേലിയിൽ ഇറങ്ങുന്നത്. ആനയുണ്ടെന്നറിയിച്ചിട്ടും ഈ ഓഫീസിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് എത്തിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഹരീഷിനും സുനിലിനുമൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ 71കാരി കൊല്ലപ്പെട്ടതിന് പിന്നാലെ കോതമംഗലത്ത് കണ്ടത് നാടകീയ രംഗങ്ങളാണ്. MP-യുടെയും MLA-യുടെയും നേതൃത്വത്തിൽ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കോതമംഗലം ടൗണിൽ വെച്ച് പ്രതിഷേധിച്ചു. ബന്ധുക്കളും ജനപ്രതിനിധികളും പോലീസുമായി ഏറ്റുമുട്ടി. പോലീസ് നടപടിക്കെതിരെ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. അവരിവിടെ പിടിച്ച് വലിച്ച് പറിച്ച് ഞാൻ ഇങ്ങനെ പോയിങ്ങനെ കൊണ്ടുപോകല്ലേ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം അവരെൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ തുണിക്കുത്തിന് പിടിച്ചവിടെ പിടിച്ച് വലിച്ച് എൻ്റെ പേര് സുരേഷ്. ഇൻക്വസ്റ്റ് നടപടികൾക്കിടെ മൃതദേഹം കൊണ്ടുപോയത് തെറ്റായ സന്ദേശം നൽകുമെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോർച്ചറിക്കകത്ത് കയറി ജനപ്രതിനിധികൾ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കയറി ബോഡി ബലമായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൌരവമായ സംഗതിയാണ്. നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അപ്പോൾ നമ്മളൊരു ജനപ്രതിനിധികൾ ഇത്തരം സന്ദർഭങ്ങളിൽ അത് പക്വമായി കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനപ്രതിനിധികൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കേണ്ടതും സമൂഹത്തിൽ അത്തരം സന്ദേശം നൽകേണ്ട ആളുകൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് വളരെ ഗൌരവമായ സംഗതിയാണ്. അത് ആ രൂപത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. എന്നാൽ സമൂഹത്തിന്റെ മുൻപിലുള്ള ഈ പ്രശ്നത്തിൽ അതിൽ സാധ്യമായ രൂപത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. കാട്ടാനാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 9 ഇടുക്കിയിൽ സർവകക്ഷി യോഗം ചേരുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു.
ഒന്നാമത് കുടുംബത്തോടൊപ്പം സർക്കാർ നിൽക്കും. രണ്ടാമത് ജനങ്ങളുടെ ഭീതി അകറ്റാൻ ആവശ്യമായ നടപടികൾ ത്വരിതഗതിയിൽ ആരംഭിക്കും. 3, ഇടുക്കി ജില്ലയിലെ ആകെ നിലനിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 9-ാം തീയതി ഇടുക്കിയിൽ വെച്ച് സർവകക്ഷി യോഗം ചേരാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനിടെ വനംവകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇടുക്കി രൂപത രംഗത്തെത്തി. വേണ്ടത്ര സുരക്ഷയൊരുക്കാത്തത് വനംവകുപ്പിന്റെ വീഴ്ചയാണെന്ന് വാർത്താക്കുറിപ്പിലൂടെ വിമർശനം ഉന്നയിച്ചു. മന്ത്രിമാരായ പി രാജീവ്, റോഷി അഗസ്റ്റിൻ, MLA-മാരായ ആന്റണി ജോൺ, A രാജ എന്നിവർ മരിച്ച ഇന്ദിരയുടെ കുടുംബവുമായി ചർച്ച നടത്തി. ഇന്ദിരയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം കൈമാറിയതായി മന്ത്രി പി രാജീവ് പറഞ്ഞു. മൃതദേഹവുമായി എത്തിയപ്പോൾ നാട്ടുകാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിഷ്ണു സുരേഷും രാഹുൽ വിജയനും വിശദാംശങ്ങളുമായി. ആദ്യം വിഷ്ണു സുരേഷിലേക്ക്. വിഷ്ണു, നിലവിലിപ്പോൾ ഇടുക്കി രൂപത വീണ്ടും തുടർച്ചയായി തന്നെ ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രൂപതയുടെ വിമർശനം എന്താണ്? അനുജ, കാര്യമായ ഇടപെടൽ വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് വിമർശനം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ വർഷം ഇടുക്കിയിൽ 5 ജീവനുകളാണ് കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത്. തോട്ടം തൊഴിലാളി പരിമള, അതോടൊപ്പം സൗന്ദർരാജ്, പാൽരാജ്, ഓട്ടോ തൊഴിലാളിയായ ഒരു ജീവനക്കാരൻ, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലാണ് ഇന്ദിരയ്ക്കും ജീവൻ നഷ്ടമാകുന്നത്. 2 മാസം പിന്നിടുമ്പോഴാണ് ഈ 5 മരണം സംഭവിച്ചതെന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നിലവിൽ ഈ രംഗങ്ങൾക്കാണ് ടൗൺ സാക്ഷിയായത്. ഈ മൃതദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരികയും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർത്തുകയും ചെയ്തു. അതിരൂക്ഷ വിമർശനം മന്ത്രി പി രാജീവിന്റെ ഭാഗത്തുനിന്ന് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ കോതമംഗലം ടൗണിൽ കോൺഗ്രസിന്റെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ സമരം പുരോഗമിക്കുന്നത്. അതിരൂക്ഷ വിമർശനമാണ് പി രാജീവ് ഉന്നയിച്ചത്. മൃതദേഹത്തോടുള്ള അനാദരവാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം കൂടി ആരായും ഈ ഘട്ടത്തിൽ ഇന്ന് അല്പസമയം മന്ത്രി പി രാജീവ് പ്രതികരിച്ചത് മൃതദേഹത്തോടുള്ള ഒരു അനാദരവ് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ വെച്ച് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. മൃതദേഹത്തോടുള്ള അനാദരവ് ആരാണ് ചെയ്തത് എന്ന് ഈ തെരുവിൽ ഞങ്ങൾ കണ്ടതാണ്. വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു. മൃതദേഹം ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് പ്രതിഷേധിക്കുകയായിരുന്ന ജനങ്ങളെ പോലീസ് വന്ന് കയ്യേറ്റം ചെയ്ത് മൃതദേഹം വലിച്ചഴച്ച് ബലമായി കൊണ്ടുപോയത് പിണറായി വിജയന്റെ പോലീസാണ്, സർക്കാരാണ്. ഇത് ആരുടെ നിർദ്ദേശപ്രകാരം? ഇപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങേയറ്റം മോശമായി സംസ്കാര ശൂന്യമായ ഒരു പ്രവൃത്തിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ജനങ്ങൾ കാലത്തെ ഒരു മരണം നടന്നതിന് ദുഃഖത്തിലായിരിക്കുമ്പോൾ അമർഷവും രോഷവും ഉണ്ടായിരുന്ന ജനങ്ങളുടെ പ്രതികരണം അതുപോലും ഈ പിണറായി വിജയൻ സർക്കാരിന് ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഇന്ന് ഈ കോതമംഗലത്തിന്റെ തെരുവിൽ ഞങ്ങൾ കണ്ടത്. അനുജ, അതായത് സർക്കാരിന്റെ ഭാഗത്ത്, പോലീസിന്റെ ഭാഗത്താണ് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. നിലവിൽ 10 ലക്ഷം രൂപ സർക്കാർ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആദ്യം 5 ലക്ഷം രൂപ നൽകുകയും പിന്നീട് 5 ലക്ഷം രൂപ നൽകുകയായിരുന്നു. നിലവിൽ ചർച്ച നടത്തിയ പശ്ചാത്തലത്തിൽ 10 ലക്ഷം രൂപ ഒന്നായി കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. മൃതദേഹം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതെ, രാഹുൽ വിജയൻ കൂടിയുണ്ട് തത്സമയം. രാഹുൽ, മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വീണ്ടും ഒരു ബഹളം നമ്മൾ അല്പസമയം മുൻപ് കണ്ടിരുന്നല്ലോ. എന്തിനായിരുന്നു ആ പ്രതിഷേധം? നിലവിലെ സാഹചര്യം എന്താണ്? അനുജ, മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ നേര്യമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് തടയും. അവിടെ വെച്ച് പ്രതിഷേധമുണ്ടാകും എന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. മൃതദേഹവുമായി വന്ന സമയത്ത് നമ്മൾ കണ്ടത്. പിന്നാലെ ഈ കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രതിഷേധത്തിലേക്ക് ചേരുകയായിരുന്നു. വലിയ തരത്തിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ലാത്തി വീശിയില്ല, പകരം ലാത്തി കൊണ്ട് അവരെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. എന്തായാലും ഒരു ചെറിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് മൃതദേഹവുമായി വന്ന ആംബുലൻസ് കടത്തിവിട്ടത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മന്ത്രിമാരടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്നുള്ളതാണ് അറിയാൻ കഴിയുകയും ചെയ്യുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നെങ്കിൽ മാത്രമേ അതിനൊരു വ്യക്തത വരികയുമുള്ളൂ. എന്തായാലും നിലവിൽ ഇന്ന് മൃതദേഹം സംസ്കരിക്കില്ല. നാളെ രാവിലെ 10 മണിയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഈ നഷ്ടപരിഹാര തുക ഉൾപ്പെടെ കൊടുത്തൊരു പശ്ചാത്തലത്തിൽ ഇനിയൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് ഒരുപക്ഷെ ഈ ബന്ധുക്കൾ എടുത്തേക്കാം. കാരണം ഈ മന്ത്രിമാർ ഉൾപ്പെടെ നേരിട്ടെത്തി അവരുമായി ചർച്ച നടത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ
അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു സൂചന പോലെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മൃതദേഹം വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ദാരുണമായ അന്ത്യം ഇന്ദിരയ്ക്ക് സംഭവിച്ചത്. കാട്ടാനയുടെ ചവിട്ടേറ്റാണ് ഇന്ദിര കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്നാണ് കോതമംഗലം ടൗണിൽ വലിയ പ്രതിഷേധമുണ്ടായത്. അല്പസമയത്തിന് മുൻപ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വസതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയത് തങ്ങളല്ല, സർക്കാരും പോലീസുമാണ് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്ന് സംഭവിച്ച മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇന്നും വൻ പ്രതിഷേധം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വൻ സംഘർഷം. പൂക്കോട് വെറ്ററിനറി കോളേജിലേക്ക് KSUവും MSFും നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരുക്കേറ്റു. മാർച്ചിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU നാളെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി KSUവും MSFും പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുറ്റപ്പെടുത്തൽ. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലേക്ക് KSU നടത്തിയ മാർച്ച് വൻ സംഘർഷത്തിന് വഴിമാറി. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്തിരിഞ്ഞില്ല. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം. ഇതിനിടെ പോലീസ് ലാത്തി വീശി, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ലാത്തിച്ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രവർത്തകരുടെ വക പോലീസിന് നേരെ കല്ലേറ്. പലരെയും പോലീസ് വളഞ്ഞിട്ട് തല്ലി. MSF പ്രത്യേകം പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിച്ചതെങ്കിലും സംഘർഷമായതോടെ KSU MSF സംയുക്ത സമരമായി മാറി. കുറ്റവാളികളെ സംരക്ഷിക്കാൻ മുൻ MLAയും CPIM നേതാവുമായ CK ശശീന്ദ്രൻ ഇടപെട്ടുവെന്നാരോപിച്ച് രമേശ് ചെന്നിത്തല. ആരോപണം തള്ളി CK ശശീന്ദ്രൻ. പ്രതികളെ ഹാജരാക്കി എന്ന് പറയുന്ന ദിവസം പാർട്ടിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വാര്യാടാണ് ഉണ്ടായിരുന്നത്. വാര്യാട് തിരിച്ചു വരുന്ന വഴിക്ക് കോടതിയിൽ ഇവരെല്ലാം ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ചില രക്ഷകർത്താക്കളും അപ്പോഴവിടെ ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ച് തിരിച്ചു പോരുകയല്ലാതെ വേറൊരു കാര്യം ഉണ്ടായിട്ടില്ല. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കൽ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കുക, അന്വേഷണം CBIയെ ഏൽപ്പിക്കുക എന്നിവയാണ് ആവശ്യം. 24 വയനാട്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും ചുമത്തി. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായാണെന്ന് പോലീസ് വ്യക്തമാക്കി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി 24നോട് പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടും വിശദീകരണം തേടി വൈസ് ചാൻസലർ ഡോക്ടർ PC ശശീന്ദ്രൻ. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് മരിച്ച സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടു. CBI അന്വേഷണം ആവശ്യപ്പെടണമെന്ന കാര്യം ആലോചനയിലാണെന്നും പിതാവ് പറഞ്ഞു. ഡീനിനെയും സസ്പെൻഡ് ചെയ്ത് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനുണ്ട് കാന്തനാഥൻ. പുള്ളിയെ കൂടെ സസ്പെൻഡ് ചെയ്തിട്ട് അവർക്കും അവരുടെ മേലും ഈ കൊലക്കുറ്റം ചുമത്തണം, ഉറപ്പായിട്ട് വേണം. അവർ സസ്പെൻഡ് ചെയ്യണം, അല്ല സസ്പെൻഡ് ചെയ്തിട്ട് അല്ല സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവരെയും കൂടെ ഈ പ്രതിപട്ടികയിൽ ചേർത്ത് കൊലക്കുറ്റം തന്നെ ചുമത്തണം. ഡീനിന്റെ മേലിൽ എന്തോ ഡീനിനെ ഇത്ര വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാ മന്ത്രി പറഞ്ഞു ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന്. ശുപാർശ ചെയ്തിട്ട് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എത്ര ദിവസം വെയിറ്റ് ചെയ്യും? ശുപാർശ ചെയ്ത് ആരെ കാണിക്കാനാണ് ശുപാർശ വെയിറ്റ് ചെയ്യുന്നത്? ആരുടെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, എന്നീ കാര്യത്തിലുണ്ടായത് പ്രധാനമായും 2 നടപടികളാണ്. ഒന്ന്, ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുടുംബം ആവശ്യപ്പെട്ട ഒന്നാണ്. വൈകിയാണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ നടപടി ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന്, VC ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടും വിശദീകരണം തേടി. ഡീനിനൊക്കെതിരെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം തുടക്കം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. നാളെ രാവിലെ വിശദീകരണം നൽകുക എന്ന തരത്തിലേക്ക് VCയുടെ ഇടപെടലും ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശദാംശങ്ങൾ.
അനുജ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബം വളരെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ ഇക്കാര്യത്തിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരുടെ കാര്യം മാറ്റി നിർത്തിയാൽ ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത്തരം അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന നിലയിൽ കൃത്യമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു സുപ്രധാനമായ നടപടി ഉണ്ടായിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടിയും പോലീസ് ചേർക്കുകയാണ്. ഒപ്പം ഇക്കാര്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ എന്നിവയൊക്കെയാണ്. പക്ഷേ ഇതിനും അപ്പുറത്തേക്കുള്ള വകുപ്പ്, അതായത് കുടുംബം കുറെ കൂടി പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. കൊലക്കുറ്റം, അതായത് യഥാർത്ഥത്തിൽ വധശ്രമം അടക്കം കൊലക്കുറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ഈ വധശ്രമം കൊലയിലേക്ക് നയിച്ചു എന്ന നിലയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതാണ്. അത്തരം ഇടപെടൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന ആവശ്യമുണ്ട്. ഏതായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളടക്കം അത്തരം ചാർജ് ഉണ്ടാകണം, അതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണം. അതായത് 18 പ്രതികളിൽ കാര്യങ്ങൾ നിൽക്കില്ല, അതിനു മുകളിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ വ്യക്തമായി പോകണം എന്ന ആവശ്യം കൂടിയുണ്ട്. ഏതായാലും പ്രാഥമികമായി ഇക്കാര്യത്തിൽ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന എന്ന വകുപ്പ് കൂടി ചേർത്തുകയാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന വകുപ്പ് ചുമത്താൻ കഴിയും വിധമുള്ള സാഹചര്യമുണ്ട് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. അതായത് ഹോസ്റ്റലിൽ നിന്ന് മടങ്ങി തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ വിദ്യാർത്ഥിയെ തിരികെ വിളിച്ചു വരുത്തി ഹോസ്റ്റലിൽ എത്തിച്ചാണ് ഈ അക്രമം നടത്തിയത്. അങ്ങനെ വരുമ്പോൾ അതിലൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇതിൽ ഡീനും അടക്കമുള്ള ആളുകളോട് വിശദീകരണം VC തേടുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടി, അതായത് അവർക്ക് എതിരെ കൂടി നടപടി വേണമെന്ന ആവശ്യം, അച്ചടക്ക നടപടി അടക്കം ആദ്യം ഉണ്ടാവുക, പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായി കൂടി അത് വരണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ പ്രാഥമിക നടപടിയിലേക്ക് ഏതായാലും VCയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി കൂടി വരുന്നു. അതായത് കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായി 2 കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അനുജ, സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ഒരു ഇടവേള. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ CPIM-ൽ കൂട്ടരാജി. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിൽ ആരോപണ വിധേയനായിരുന്ന ആളെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിലാണ് പ്രതിഷേധം. സ്മാരകം തകർത്ത കേസിൽ പ്രതികളെ തെളിവില്ലാത്തതിനാൽ കോടതി വെറുതെ വിട്ടിരുന്നു. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടിയുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.